നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെക്നോ ഷാനിക് മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ ഷാനിക്. സുഹൃത്തുക്കളെ, നമ്മുടെ ഒരു പ്രമുഖനായ ഒരു ഹിന്ദി യൂട്യൂബർ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ യൂട്യൂബറായ ടെക്നിക്കൽ ഗുരുജി 2 ദിവസം മുന്നേ ഒരു റെഡ്മി നോട്ട് 7ൻ്റെ ബെൻ ടെസ്റ്റ് ചെയ്തിരുന്നു. ഞാൻ അദ്ദേഹത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രവേഴ്സിയുമായി ബന്ധപ്പെട്ട് എൻ്റെ ചാനൽ പോപ്പുലറാക്കാനല്ല ശ്രമിക്കുന്നത്. ഞാൻ ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെഡ്മി നോട്ട് 7ൻ്റെ ബെൻ ടെസ്റ്റ് കറക്റ്റായിരുന്നു. ആക്ച്വലി അതൊരു സ്ട്രോങ്ങസ്റ്റ് ഫോണാണോ അതോ ഫോൺ ആക്ച്വലി വീക്ക് ആണോ എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അത് ജസ്റ്റ് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് മാത്രമാണ്. സോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങളിങ്ങനെ ഒരു ഫോൺ വാങ്ങാൻ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. സുഹൃത്തുക്കളെ, ആദ്യം തന്നെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലവരും ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടവരായിരിക്കും. കാരണം അതിൽ കണ്ടവർക്കെല്ലാം നമുക്കൊരു മനസ്സിലായുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ബെൻ ടെസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം വളരെയധികം ഫോണിൽ ഫോഴ്സ് കൊടുക്കുന്നുണ്ടായി. അപ്പോൾ നമുക്ക് അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലവരും ഈ ഫോണിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി 14 ഈ ഫോൺ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പലവരും ഇതിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫോൺ ഇങ്ങനെ ബെൻഡ് ചെയ്തുകൊണ്ട് തന്നെ പലവരും ഇതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. കാരണം ഇത്രയും വലിയൊരു യൂട്യൂബർ ഇതിനെ ബെൻഡ് ചെയ്ത് കാണിക്കുമ്പോൾ അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത്, ഇത് അത്ര ഡ്യൂറബിൾ അല്ല ഫോൺ എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥയാണ് നമ്മളിത് പറയാൻ പോകുന്നത്. അതിന് പല കോൺട്രവേഴ്സി ഭാഗമുണ്ട്. ടെക്നിക്കൽ ഗുരുജി പലവരുമായിട്ട് പ്രശ്നമുള്ളതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത് എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ അതൊന്നും ഇതിൽ പറയേണ്ട കാര്യമില്ല. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഫെയിമിന് വേണ്ടി കോൺട്രവേഴ്സിക്ക് വേണ്ടി ശ്രമിക്കുന്ന പോലെയായിരിക്കും. പക്ഷെ നമ്മൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഫാക്റ്റിലേക്ക് വരാം. ഈ ഫോണ് റെഡ്മി നോട്ട് 7 അദ്ദേഹം ബെൻഡ് ചെയ്യുന്നത് പലവരും വീഡിയോ കണ്ടിട്ടുണ്ടാകും. ആ ബെൻഡ് ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ ആ ബെൻ ടെസ്റ്റ് കണ്ടാൽ തന്നെ നമുക്കറിയാം അദ്ദേഹം വളരെയധികം ഫോഴ്സ് കൊടുത്തുകൊണ്ടാണ് ആ ഫോൺ ബെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അദ്ദേഹം എങ്ങനെയോ ബെൻഡ് ചെയ്തോട്ടെ, ഫോണ് ബെൻഡ് ടെസ്റ്റ് എന്നല്ല ഇതിനെ പറയുകയാണെങ്കിൽ ഇത് പൊട്ടിക്കാൻ വേണ്ടി ചെയ്ത പോലെ തന്നെ ഉണ്ടായിരുന്നു. അത് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്കറിയാം ബെൻഡ് ടെസ്റ്റ് ചെയ്യുന്ന പല ചാനൽസുകളുണ്ട്, പല സ്മാർട്ട് ഫോണുകൾ ബെൻഡ് ചെയ്യുന്നവരുണ്ട്. ഞാൻ ഒരുപാട് ഇങ്ങനത്തെ ചാനൽ ഫോളോ ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാവുന്ന ഒരു ചാനലാണ് ജെറി റിഗ് എന്നൊരു ചാനലുണ്ട്. ഒരു ഇംഗ്ലീഷുകാരനാണ്. മൂപ്പര് ഫോൺ ബെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ഫോൺ ബെൻഡ് ചെയ്യുമ്പോൾ ഓരോ ബേസിക്സ് ഉണ്ട്. ഇപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫോൺ, ഇപ്പോൾ എൻ്റെ ഒരു ഫോൺ ഇപ്പോൾ ഉദാഹരണത്തിന് കാണിക്കണമെന്നില്ല, എങ്കിലും ഒരു ഉദാഹരണത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഫോൺ ബെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ കറക്റ്റ് സെൻറ്റർ പോയിന്റ് നിന്നായിരിക്കണം ഫോഴ്സ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഫോണിൻ്റെ ടോപ്പ് നിന്നോ കോർണറിൽ നിന്നോ ഏതെങ്കിലും കോർണറിനോ സൈഡിൽ നിന്നോ ഞാൻ ഫോൺ ബെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഡ്യൂറബിൾ ആയിട്ടുള്ള ഫോണാണെങ്കിലും സിമ്പിളായിട്ട് ബെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ഫോൺ ബെൻഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബേസിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ സെൻറ്ററിൽ നിന്ന് വേണം ഫോഴ്സ് കൊടുക്കാൻ. സെൻറ്ററിൽ നിന്ന് ഫോഴ്സ് കൊടുത്ത് ബെൻഡ് ചെയ്താൽ മാത്രമേ ആ ഫോൺ എത്രത്തോളം ഡ്യൂറബിലിറ്റി ഉണ്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ ഈ ഗുരുജിയുടെ ഈ വീഡിയോ നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അദ്ദേഹം ഫോഴ്സ് കൊടുക്കുന്നത് മുഴുവൻ സൈഡിൽ നിന്നും ഫോണിന് സിമ്പിളായിട്ട് പൊട്ടിക്കാൻ പറ്റുന്ന രീതിയിൽ നിന്നായിരുന്നു. 2 കോർണറിൽ നിന്നുമായിരുന്നു അദ്ദേഹം ബലം കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തീർച്ചയായും എത്ര ഡ്യൂറബിൾ ആയിട്ടുള്ള ഫോണാണെങ്കിലും അത് പൊട്ടുക തന്നെ ചെയ്യും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബെൻ ടെസ്റ്റ് എന്ന് പറയുന്നത് മെയിൻ റൂൾ തന്നെ തെറ്റിച്ചുകൊണ്ടായിരുന്നു. ഒരു ബെൻ ടെസ്റ്റിൻ്റെ മെയിൻ റൂൾ തന്നെ തെറ്റിച്ചുകൊണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ബെൻ ടെസ്റ്റ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിശ്വസിച്ച് പലവരും ഫോൺ വാങ്ങുന്നവരുണ്ടാവും. അപ്പോൾ ഈ റെഡ്മി നോട്ട് 7 ഉപേക്ഷിച്ച പലവരും ഉണ്ടാവും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഫോണിന് ഒരു പ്രശ്നവുമില്ല. ഏറ്റവും ഡ്യൂറബിൾ ആയിട്ടുള്ള ഫോൺ തന്നെയാണ് റെഡ്മി നോട്ട് 7. നോർമൽ യൂസിൽ ആരും ഇതിന് ഇത്ര ബെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് തന്നെ ആ ബെൻ ടെസ്റ്റ് കണ്ടവർക്ക് തന്നെ അറിയാം. അദ്ദേഹം വളച്ചൊടിക്കാൻ വേണ്ടി അവിടുത്തെ പോട്ട് വരെ ഇളകാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ നോവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ കുത്തി കാണിക്കാൻ വേണ്ടിയിട്ടില്ല, ഈ കാര്യം പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രം. റെഡ്മി നോട്ട് 7 തീർച്ചയായിട്ടും ഒരു ഡ്യൂറബിൾ ഡിവൈസ് തന്നെയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ആ ഡിവൈസിലോട്ട് പോവാം. അത് ഫെബ്രുവരി 14 തന്നെയാണ് ഇന്ത്യയിൽ ലോഞ്ച് ആവുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഇവിടെ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൊടുക്കാതെ ശരി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, സൗജന്യമാണ്. സോ ഞാൻ അടുത്തൊരു വളരെ അതുവരെ